അസ്സലാമു അലൈക്കും. വയനാട് ഉരുൾപൊട്ടുണ്ടായ മേപ്പാടിയിലെ ചൂരന്മല വേലിപ്പാലം ബ്ലാമല ജമാഅത്ത് അംഗങ്ങൾ വന്ന് കാണുന്ന ഭാഗമാണ്. നമ്മുടെ നാസണ്ണുണ്ട്, നിസാർ കാക്ക ഉണ്ട്, നമ്മുടെ ഷാജിയുണ്ട്, നൂറുണ്ട്, നമ്മുടെ വൈസ് പ്രസിഡൻറ്റ് ഷമീർ മേക്കലുണ്ട്, നമ്മുടെ ബ്ലാമല ഇമാം ഉണ്ട്, അതുപോലെ തന്നെ ഖാലിദുണ്ട്, വാവക്കാക്ക ഉണ്ട്, നമ്മുടെ കബീർ തനിമൂട്ടിലുണ്ട്. ഇതാണ് ആ സ്കൂള്, ചുരന്മൽ സ്കൂള്, വേലിപ്പാലം, നമ്മുടെ ബ്ലാമല ഇമാം യൂനസ് മൗലവി. അതുപോലെ തന്നെ ഇതാണ് ഉരുൾപൊട്ടുണ്ടായ സ്ഥലങ്ങൾ. ഇവിടെല്ലാം പോയിട്ട് വരുന്ന ആൾക്കാരാണ്. ഇവിടെ എല്ലാം പോയി വരുന്ന ആൾക്കാരാണ്. നമ്മുടെ പാവക്കാക്ക ഉണ്ട്, നമ്മുടെ ഫീസ്, അതുപോലെ നമ്മുടെ ഖാലിദ്, ഞാൻ. ഇതാണ് ആ അമ്പലം സ്ഥിതി ചെയ്ത സ്ഥലം. അമ്പലത്തിൻ്റെ തറയും അൽത്തറയൊക്കെയാണ് ഈ കാണുന്നത്. നമ്മുടെ രവിച്ചേട്ടനുണ്ട്, വയനാടിൻ്റെ കട്ടിൽ കൊടുത്ത പോണത് രവിച്ചേട്ടനുണ്ട്. അതുപോലെ തന്നെ ഉസ്താദ്, നമ്മുടെ കാസിം, ഷാജഹാൻ, ലത്തിമണ്ണൻ ഉസ്താദ്, നമ്മുടെ ബ്ലാമല ജമാഅത്തിൻ്റെ സെക്രട്ടറി നസീർ സാഹിബ്, നൂബീസ്, താരിഖ്, നമ്മുടെ ഷാമോൻ, എല്ലാവരും ഉണ്ട്. ഇതാണ് ഇവിടെ ഇരുന്ന അമ്പലം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ അമ്പലത്തിൻ്റെ തറ മാത്രമേ ഉള്ളൂ. ഇതാണിങ്ങനെ ഉരുൾപൊട്ടി വന്ന ഭാഗം. അതാണ് ചൂരന്മല സ്കൂള്. അതാണ് സ്കൂള്. അവിടെ ഇപ്പോഴും NDF-ൻ്റെ ഒരു കാവലുണ്ട്, പോലീസുകാരുണ്ട്. നമുക്ക് പാസ്സൊക്കെ കിട്ടാൻ പാടാണ് ഇവിടെ. പിന്നെ ഇവിടുത്തെ നമ്പറുടെ സഹായത്തോടു കൂടി നമ്മൾ അനുവാദം കിട്ടിയാണ് വന്നത്. ഇതാണ് ആ പ്രകൃതി ദുരന്തമുണ്ടായ ഭാഗം. നമ്മൾ വാർത്തയിലും TV-യിലും ചാനലിലും കാണുന്നതിനേക്കാൾ എത്രയോ ഭയങ്കരമായൊരു അന്തരീക്ഷമാണ്. അതുകൊണ്ട് വലിയ കല്ലുകളൊക്കെ മണ്ടയിൽ നിന്ന് പുഞ്ചിരിമട്ടം എന്ന സ്ഥലങ്ങളിലൊക്കെ വന്നതാണ് സ്ഥലങ്ങളാണിത്. നമ്മുടെ ഷാജഹാൻ വീഡിയോ ഒക്കെ പിടിക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സ് അലിയിച്ചു പോകും. ബ്ലാമല ജമാഅത്തിൻ്റെ കീഴിൽ വന്ന് എല്ലാം കണ്ട് ബോധ്യപ്പെടുകയാണ്. ഇവിടുത്തെ സാധാരണ പാവപ്പെട്ട ജനങ്ങൾക്ക്, എല്ലാം നഷ്ടപ്പെട്ട സാധാരണക്കാർ ജനങ്ങൾക്ക് നമ്മുടെ ബ്ലാമല മുസ്ലിം ജമാഅത്തിൻ്റെ 51 കട്ടിൽ ഇന്ന് കൊടുക്കുകയുണ്ടായി. അത് ഭാഗമായിട്ട് ഞങ്ങൾ കൊടുത്തിട്ട് വന്നപ്പോഴാണ് ഞങ്ങൾക്കൊന്ന് കയറി കാണാനുള്ള അവസരം കിട്ടിയത്. അപ്പോൾ ഇതെങ്ങനെ പറയണമെന്ന് മനസ്സ് അനുവദിക്കുന്നില്ല. അപ്പോൾ ഓക്കെ.